ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജ നല്ല എട്ടിൻ്റെ പണി കെട്ടിയിട്ടൊക്കെ ഇരിക്കാൻ പോവാണ്. അഭിയും അതുപോലെ തന്നെ നാഗേന്ദ്രയും അവന്തികയൊക്കെ ഒന്നായപ്പോഴേക്കും നാഗേന്ദ്രയ്ക്ക് നേരത്തെ തന്നെ താല്പര്യം ഇല്ലാതിരുന്ന ആളാണ് ജലജ. അതുകൊണ്ട് തന്നെ ജലജ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നാഗേന്ദ്ര ഇപ്പോഴും തന്ത്രപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ അഭിയും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ്, അമ്മയെ നമ്മുടെ കൂടെ കൂട്ടുമൊന്നും വേണ്ട, കാരണം അമ്മ കൂടെ കൂടിയ ഭയങ്കര പ്രശ്നമാവും, അല്ലെങ്കിലും അച്ഛനെ ഒരുപാട് ദ്രോഹിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ എന്ന് പറയാണ്. അങ്ങനെ ജലജയോട് വെറുപ്പും ഒക്കെ തോന്നി തുടങ്ങിയിരിക്കുക അഭിക്ക്. ആ സമയത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോൺട്രാക്റ്റ്, ആ ഡീല് നടക്കുന്നത്. ആ ഡീലിന് വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയെ സെലക്ട് ചെയ്യുകയാണ് അവർ. അത് അങ്ങനെ ജ്വല്ലറി പരാജയപ്പെട്ട് പോവാണ്. അപ്പോഴേക്കും നാഗേന്ദ്രയ്ക്ക് കുറച്ചൊക്കെ കളി വന്ന അബിയോട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിലും അബി മനസ്സിലാലോചിക്കുകയാണ്, ഈ അനിയെന്ന് പറയുന്നവൻ ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന് അമ്മയല്ലേ പറഞ്ഞതെന്ന് വിചാരിക്കുക. അങ്ങനെ ജലജ തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് ഓർത്ത് എല്ലാത്തിനും കാരണം അമ്മയാണെന്നും പറഞ്ഞ് ജലജ എടുത്തിട്ട് പൊരിക്കുകയാണ് കേട്ടോ നമ്മുടെ അബി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേക്കും അബി പറയാണ്, അത് നമുക്ക് ആ ഡീല് കിട്ടാതെ പോയല്ലോ. അങ്ങനെ അനി ഡീലിന് പോകുന്നില്ലെന്നാണല്ലോ അറിഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മൂർത്തീസ് ജ്വല്ലറിയുടെ കാര്യങ്ങളൊന്നും ചോർത്തിയെടുക്കാനായിട്ട് പറ്റാതെ വരികയാണ് അബിക്ക്. അങ്ങനെ അബിയും ഡേവിഡും ഒക്കെ നല്ല കോൺഫിഡൻസിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഡീല് നമുക്ക് തന്നെ കിട്ടും, നമ്മൾ വളരെ കുറച്ച് നല്ല ഡിസൈനുകളാണ് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ ഡീല് നമുക്ക് തന്നെ ആയിരിക്കുമെന്ന് നാഗേന്ദ്രയോട് പറഞ്ഞ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവർ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അനി രംഗപ്രവേശം ചെയ്യുന്നത്. അനി വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ അബി ഞെട്ടിപ്പോവാണ്. അബി ഡേവിഡിനോട് പറയാ, ഇവൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടോ, മൂർത്തീസ് ജ്വല്ലറി ഇങ്ങനൊരു ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദേ ഇവൻ വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അല്ല അബിസാറ് തന്നെയല്ലേ പറഞ്ഞത് വരുന്നില്ലെന്ന്. അങ്ങനെ വരുന്നുണ്ടായിരുന്നെങ്കിൽ ആ വിവരം അറിയായിരുന്നെങ്കിൽ അബിസാറിന് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോർത്തായിരുന്നു. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിക്ക് പോലും ആ ഡീല് കിട്ടാതെ നമുക്കത് നേടായിരുന്നു എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അല്ല അവൻ വന്നാലും നമ്മൾ വെച്ച തുകയൊന്നും അവൻ അറിയാൻ പോകുന്നില്ല, നമ്മുടെ അത്രയും നല്ല ഡിസൈൻസ് ആയിരിക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ കിഴങ്ങിനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. ആദർശമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു. ഇതിപ്പോൾ അനി അവൻ വെറുതെ ഒരു പേരിന് മുത്തശ്ശൻ നിർബന്ധിച്ചത് കൊണ്ട് കെട്ടി എഴുന്നള്ളിച്ച് വന്നതേ ഉള്ളൂ, അല്ലാതെ അവൻ ഈ ഡീല് സ്വന്തമാക്കാനൊന്നും പോകുന്നില്ല. ഒരു കണക്കിന് അവൻ വന്നത് നന്നായി, അവൻ എന്നെ കുറേ കൊച്ചാക്കിയതാ. ഈ ഡീല് നമ്മൾ സ്വന്തമാക്കുമ്പം അവൻ തല കുനിച്ചിരിക്കുന്നത് എനിക്ക് കാണണം. അനി അവനാ ഏറ്റവും കൂടുതൽ എന്നെ ആ കമ്പനിയിൽ ടോർച്ചർ ചെയ്തത്. ഇന്ന് അവൻ്റെ മുന്നിൽ ഞാൻ തല ഉയർത്തി നിൽക്കുമ്പം അവൻ തല താഴ്ത്തി നിൽക്കണം. ഒരു കണക്കിന് അവൻ വന്നത് നന്നായി എന്ന് പറയണം. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ഈ ഡീല് കിട്ടും എന്ന് പറയണം. അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക അവർ. അപ്പോഴേക്കും ഓരോരുത്തരെ വിളിക്കുക, ഓരോരുത്തരെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാണ്. അങ്ങനെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഡേവിഡ് അല്ല അബിയാണ് കേട്ടോ ചെന്ന് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വെച്ചിരിക്കുന്ന ഡിസൈൻസും അവർ കൊടുത്ത കൊട്ടേഷനും എല്ലാം വളരെ താഴെയാണെന്നുള്ള വിവരം അവർക്ക് തന്നെ അറിയാം. അപ്പോൾ വേറെ ആർക്കും കിട്ടാതെ ഈ ഡീൽ അവർക്ക് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക. അതേസമയം മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ആദർശ് പറഞ്ഞതനുസരിച്ച് അബി വച്ചിരിക്കുന്ന ആ ഒരു കൊട്ടേഷൻ വളരെ കുറവാണ്. ജ്വല്ലറി വെച്ചിരിക്കുന്ന കൊട്ടേഷൻ നവ്യ അറിയിച്ചതിനനുസരിച്ച് അതിൽ താഴ്ത്തിയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അതുപോലെ ഓർണമെൻറ്റ്സും എല്ലാം മാളവികയാണല്ലോ ഡിസൈൻ ചെയ്തത്, അതിലും നന്നായിട്ട് നയനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് മൂർത്തീസ് ജ്വല്ലറി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്ത് വളരെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അനി അടുത്ത് വന്നിരിക്കുമ്പോൾ അബി പറയാ, എന്തിനാടാ നീ വന്നത്? അല്ല നീ വരുന്നില്ലെന്നാണല്ലോ വീട്ടിലെല്ലാം പറഞ്ഞത്, എന്താ ഞാൻ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം. അപ്പം അനി പറയുന്നുണ്ട്, എനിക്ക് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല, വരണ്ടാന്ന് ഞാൻ വിചാരിച്ചതാ. പിന്നെ നീ ആണല്ലോ ഇവിടെ ഈ ഡീല് പ്രസൻറ്റ് ചെയ്യുന്നേ, ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചു, നിന്നെ തോപ്പിക്കാൻ. അതിന് വേണ്ടിയിട്ടാടാ ഞാൻ വന്നത് എന്ന് അനി പറയാം. അപ്പോൾ അബി പറയാം, പിന്നെ എന്നെ തോപ്പിച്ചു. എടാ നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോടാ? ആദർശായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പം ആദർശല്ല, നീ വെറുതെ ഇങ്ങ് വന്നിരുന്ന എല്ലാ ഡീലും സ്വന്തമാക്കാന്നാ നിന്റെ വിചാരം. കവിത എഴുതി നടക്കുന്ന പോലല്ല ഡീല് എന്ന് പറയുമ്പോൾ അനി പറയാം, ശരി നമുക്ക് കാണാം, ഏതായാലും ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ആരാണ് തല കുനിച്ചിരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം എന്ന് അനിയും വെല്ലുവിളിക്കുന്നുണ്ട്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ കമ്പനി എല്ലാം ചെക്ക് ചെയ്ത് ഒക്കെ ഡീല് ആരാണ് എന്ന് പറയാൻ പോവാണ്. ആ സമയത്ത് എല്ലാവരുടെയും ഹൃദയമിടിപ്പ് കൂടിയിരിക്കുകയാണ്, ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് വി ചൂസ് മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയാണ്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം അബിയും ഡേവിഡും ഞെട്ടിപ്പോവാണ് കേട്ടോ. അനിയെ വിളിക്കുകയാണ് അടുത്തേക്ക്. അനിയെ വിളിച്ച് ആ കോൺട്രാക്റ്റ് പേപ്പറിലെല്ലാം സൈൻ ചെയ്യിപ്പിക്കുകയാണ്. അനിയെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ അംഗീകാരം ഏറ്റുവാങ്ങുകയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച്. എല്ലാവരും കയ്യൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും അബിയും ഡേവിഡും കൈയടിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്, പരസ്പരം നോക്കി. അബിയെ നോക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് ഡേവിഡ് പറയുന്നുണ്ട്, നമുക്ക് ചതി പറ്റിപ്പോയല്ലോ, നമുക്ക് അവൻ ഡീലിന് വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റിയില്ല. അബി സാർ അത് അറിഞ്ഞിരുന്നെങ്കിൽ, അവനെ ഡീലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ നിന്ന് ചോർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നിപ്പം നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും അഭി പറയാ, ശരിയാ, അവൻ കണ്ടില്ലേ എൻ്റെ മുന്നിൽ തല ഉയർത്തി നിന്നു. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, നമുക്ക് ഈ ഡീല് നഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു അവസരം എനിക്ക് അംഗീകരിച്ച് കൊടുക്കാനേ പറ്റുന്നില്ല എന്ന് പറയാ. അപ്പോൾ ഡേവിഡ് പറയാ, അങ്ങനെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇനി നാഗേന്ദ്ര സാറിനോട് നമ്മൾ എന്ത് പറയും? സാർ ഇത് പ്രതീക്ഷിച്ചിരിക്കുക, മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ പറ്റുന്ന ഒരവസരമാണ്. അതുപോലെ കോടികളുടെ ലാഭമായി ഈ ഡീല് വഴി നമുക്ക് കിട്ടേണ്ടിയിരുന്നത്, അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ഈ ഡീല് നഷ്ടപ്പെട്ടത് വഴി നമുക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടായെന്ന് അറിയോ? അബി സാറിനെന്ന് പറയുമ്പോൾ അബി പറയും, എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞില്ല, എവിടെ ഇവന്മാരുടെ കളികളുണ്ട്. അപ്പോൾ ഡേവിഡ് പറയും, ഇപ്പം മനസ്സിലായോ, ആദർശ് കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും അവിടെ ചില കളികളൊക്കെ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായോ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി, ആദർശ് ചെറിയ കളികളൊന്നും അല്ല അവിടെ കളിക്കുന്നത്, അല്ലാതെ അനിയെ കൊണ്ട് മാത്രം ഇതിനൊന്നും പറ്റില്ല. പിന്നെ ഇവൻ പങ്കെടുക്കുന്നില്ലെന്ന് എൻ്റെ അമ്മയെ എന്നോട് വിളിച്ച് പറഞ്ഞെന്ന് പറയാം. ആ എന്തായാലും ഇപ്പം ഈ നാണം കിട്ടി നാറി എന്ന് പറയാം. അങ്ങനെ ഡീലൊക്കെ സ്വന്തമാക്കി ഭയങ്കര സന്തോഷത്തോടെ അവിടെ അനി ഇറങ്ങി വരുമ്പോഴേക്കും അബിയുടെ നേരെ വന്ന് നിന്നിട്ട് പറയാണ്, കണ്ടോ ഇപ്പം ആരാ തല കുനിച്ച് നിൽക്കുന്നേ? അല്ല നീ എന്താ പറഞ്ഞത്, നീ വലുതായിട്ട് ഏതാണ്ടൊക്കെ ഇവിടെ ചെയ്യുമെന്ന്, എന്നിട്ട് എന്താടാ സംഭവിച്ചത്? പഴയതുപോലെ തന്നെ ഈ ഡീലും മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടി. നിനക്കൊന്നും ഈ ജന്മ മൂർത്തീസ് ജ്വല്ലറിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനി നല്ല വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ മുത്തശ്ശൻ അറിയാണ്, വിളിച്ച് പറയാണ് അനിക്ക് ഡീല് കിട്ടിയെന്ന്. ഭയങ്കര സന്തോഷമാവാണ് മുത്തശ്ശന്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശിനെ പോലൊന്നും അല്ല ഇനി, അനിയിപ്പം നല്ല ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അനിയെ സ്വീകരിച്ചൊക്കെ കയറ്റുക. മുത്തശ്ശൻ അനിയെ അഭിനന്ദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് മുത്തശ്ശ എൻ്റെ മാത്രം കഴിവുകൊണ്ടൊന്നും അല്ല, ആദർശേട്ടനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഡീല് നമുക്ക് കിട്ടില്ലായിരുന്നു. ആദർശേട്ടൻ എന്നെ സഹായിച്ചത് കൊണ്ടും അവർ വയ്ക്കുന്ന ആ ഒരു എമൗണ്ടിനേക്കാളും കുറച്ച് കൊട്ടേഷൻ വച്ചത് കൊണ്ടും ഒക്കെയാണ് നമുക്ക് കിട്ടിയത്. എല്ലാ വിവരങ്ങളും ജ്വല്ലറിയിലെ ആദർശേട്ടന് ലഭിക്കുന്നുണ്ട്, അതിനുള്ള കരുക്കളൊക്കെ ആദർശേട്ടൻ നീക്കുന്നുണ്ട്, അതുവഴിയാണ് നമ്മളിത് നേടിയെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, എങ്ങനെയായാലും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവഴി നമ്മുടെ ജ്വല്ലറിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും, കോടികളുടെ ലാഭം തന്നെയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുകയാണ് അനന്തപുരിയിലുള്ളവർ. അതേസമയം നമ്മുടെ അബിക്ക് പറ്റിയത് അബദ്ധമായി പോയല്ലോ. എന്തായാലും ആ ഡീല് കിട്ടാതെ വന്നതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ചാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇറങ്ങിയിട്ട് നാഗേന്ദ്രയെ വിളിക്കുകയാണ് ഡേവിഡ്. നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡേവിഡ്, അത് സാർ, എന്താ ഡീല് കിട്ടിയോ? നമുക്ക് കിട്ടുമല്ലോ, അല്ലാതിരിക്കാൻ വഴിയില്ലല്ലോ, എൻ്റെ മോൻ അബിയെ കൊണ്ടല്ലേ പോയതെന്ന് പറയാം. അപ്പോൾ ഉടനെ ഡേവിഡ് പറയാം, സാറേ ഒരു ചതി പറ്റി, നമുക്ക് ആ ഡീല് കിട്ടിയില്ല എന്ന് പറയാം. അപ്പം ഞെട്ടിപ്പോവാ നാഗേന്ദ്ര പറയുന്നുണ്ട്, കിട്ടിയില്ലെന്നോ? അതെ, ആ ഡീല് നമുക്ക് കിട്ടിയില്ല, പകരം മൂർത്തീസ് ജ്വല്ലറിക്ക് ആ ഡീല് കിട്ടിയതെന്ന് പറയുമ്പം ശരിക്കും നാഗേന്ദ്ര ഞെട്ടുകയാണ്. നാഗേന്ദ്ര ചോദിക്കുക, മൂർത്തീസ് ജ്വല്ലറിക്കോ? അവർ ഡീലിനുണ്ടായിരുന്നോ? അവരില്ലെന്നല്ലേ അബി പറഞ്ഞത്, അവരിതിൽ പങ്കെടുക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പങ്കെടുത്തോ? അവർ പങ്കെടുക്കുകയും ചെയ്തു, അവർക്ക് ഈ ഡീല് കിട്ടുകയും ചെയ്തു, അതുവഴി കോടികളുടെ സമ്പാദ്യം അവരുടെ കൈകളിലേക്ക് എത്തി, നമ്മൾ അവരുടെ മുമ്പിൽ നാണം കെടുകയും ചെയ്തു സാറേ എന്ന് പറയുകയാണ്. അപ്പം നാഗേന്ദ്ര പറയാം, എന്താ നിങ്ങളീ പറയുന്നേ? അത് സാറേ, വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാം, ഞാനും അബിയും കൂടി അങ്ങോട്ട് വരാമെന്ന് പറയണം. അങ്ങനെ നാഗേന്ദ്രയ്ക്ക് നല്ല ദേഷ്യമായിട്ടിരിക്കുക. അപ്പോൾ നാഗേന്ദ്ര അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുമ്പം അവന്തികയുണ്ട് കേട്ടോ. അപ്പോൾ നാഗേന്ദ്ര പറയുക, അവന്തികേ, നമുക്ക് ആ ഡീല് കിട്ടിയില്ല, അബിയും അതുപോലെ തന്നെ ഡേവിഡും പോയി നാണം കെട്ട് വരുന്നുണ്ട്, പകരം ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്കാണ് കിട്ടിയതെന്ന് പറയാം.
അപ്പോൾ അവന്തിക്ക് ചോദിക്കുക, മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് അനി പങ്കെടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. അതെ, പങ്കെടുക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞത്. പക്ഷേ അനി അവിടെ ഡീലിന് എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തന്നെ അത് കിട്ടിയത്. പഴയ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും ഉടനെ അവന്തിക പറയാ, അനിക്ക് കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ സമയത്ത് അവർക്ക് കിട്ടരുതായിരുന്നു. മൂർത്തീസ് ജ്വല്ലറിയെ നമുക്ക് തകർച്ച് കാണണമെങ്കിൽ ഇത് കിട്ടരുതായിരുന്നു അവർക്ക്. എന്താ പറ്റിയത്? ചേട്ടൻ പോയാൽ അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും സംഭവിക്കും. ഹോ, ചേട്ടനല്ലേ പറഞ്ഞത് അനി പോകുന്നില്ലെന്നുള്ള കാര്യം ഇവിടെ? അതെ, അവൻ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം. അങ്ങനെ ഡേവിഡും അബിയും തോറ്റ് തുന്നം പാടി തിരിച്ചെത്തുകയാണ് കേട്ടോ നമ്മുടെ നാഗേന്ദ്രയുടെ അടുത്തേക്ക്. നല്ല ദേഷ്യത്തിൽ തന്നെ നിൽക്കുക നാഗേന്ദ്ര. ആ സമയത്ത് ഇവർ രണ്ടും കൂടെ വന്ന് കയറുക. അപ്പം നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്തിനാ പോയത്? എന്തൊരു ഉത്തരവാദിത്തമില്ലായ്മയെ ഡേവിഡും അബിയും കാണിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, സാറേ നമ്മൾ ചെയ്യേണ്ടതെല്ലാം നല്ല കറക്റ്റായിട്ടാണ് ചെയ്തത്. നല്ല താഴ്ത്തി തന്നെയാണ് നമ്മൾ കൊട്ടേഷൻ കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് തന്നെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കൊട്ടേഷനേക്കാളും കുറച്ച് താഴ്ത്തിയാണ് ഈ മൂർത്തീസ് ജ്വല്ലറിക്കാർ കൊടുത്തത്. അതവർക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡീല് നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ആഭരണങ്ങൾ പോലെ തന്നെ അതിലും ഒരു പടി മുന്നിലുള്ള ആഭരണങ്ങളാണ് അവർ ഡിസൈൻ ചെയ്തത്. നമുക്ക് തന്നെ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ എവിടെയെന്തോ ചതി മണക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അബിയും പറയാം, ശരിയാ, എവിടെയെന്തോ ചതി മണക്കുന്നുണ്ട്. അപ്പോഴേക്കും നാഗേന്ദ്ര ചൂടാവുക അബിയോട്. എന്ത് ചതിയാടാ നടന്നത്? അല്ല, നീ ആ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അവിടുത്തെ ഒരു രഹസ്യമെങ്കിലും ഇവിടെ വന്ന് പറയാൻ നിന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അല്ല, ഈ ഡീലിന് നീ പുറപ്പെട്ടപ്പം നീ ചിന്തിക്കണമായിരുന്നത്. നീയല്ലേ പറഞ്ഞത് അനി ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല, നമുക്കതുകൊണ്ട് ഒരു ശത്രുക്കളുമില്ല, ഇത് ഈസി ആയിട്ട് നമുക്ക് നേടാൻ പറ്റുമെന്ന്. എന്നിട്ട് അനി പങ്കെടുക്കുക മാത്രമല്ല, നമ്മുടെ കൊട്ടേഷനേക്കാളും താഴെ വെച്ച് അവർ ഈ ഡീല് സ്വന്തമാക്കുകയും ചെയ്തു. അവിടുത്തെ ഒരു രഹസ്യം പോയിട്ട് ഒരു കാര്യങ്ങൾ പോലും നിനക്കറിയാൻ പറ്റിയില്ല. എടാ, നിന്നോട് ആരാ പറഞ്ഞത് അനി ഡീലിന് പങ്കെടുക്കുന്നില്ല എന്ന്? അത് കേട്ട് വിശ്വസിച്ച് ഇവിടെ വന്ന് നീ പറയാവോ? അവരെല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണെങ്കിലോ? അപ്പോൾ ഉടനെ തന്നെ അബി പറയാം, അവരെല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എന്നോട് ഈ കാര്യം പറഞ്ഞത് അമ്മയാ വിളിച്ച് പറഞ്ഞത് അനി പങ്കെടുക്കുന്നില്ലെന്ന്. ഹോ, അവളാണോ പറഞ്ഞത്? എങ്കിൽ അതിലെന്തെങ്കിലും ചതി കാണും. നിന്റെ അമ്മ പറയുന്ന എന്തെങ്കിലും കാര്യം വിശ്വസിക്കാൻ കൊള്ളാവോ? അവളെ വിശ്വസിച്ചാണോ നീ തീരുമാനം എടുത്തത്? അപ്പോൾ ഉടനെ അബി പറയാം, അല്ല, അമ്മയ്ക്ക് അവരോട് നല്ല ശത്രുതയുണ്ട്. അതുകൊണ്ട് അവരുടെ നാശം കാണാനാണ് അമ്മയെ ഇരിക്കുന്നത്. അതുകൊണ്ട് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. അതുമല്ല, അനന്തപുരിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യങ്ങളും അമ്മ നന്നായിട്ട് അറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഗേന്ദ്ര പറയാം, അതൊക്കെ ഉണ്ടായിരിക്കും നിന്റെ അമ്മയ്ക്ക്, പണ്ടേ അതിനൊക്കെ നല്ല കഴിവാണ്. പക്ഷേ ദേ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, അമ്മയുമായിട്ട് ഒരുപാട് ചങ്ങാത്തം കൂടാനും അവൾ പറയുന്ന വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രവർത്തിക്കാനും നിൽക്കണ്ട. അവൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും ഒന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യങ്ങൾ അതൊക്കെ. അവൾ ഈ ജ്വല്ലറിയെ കൂടി അവൾ നാശം കാണും. എന്നെ ഇനിയും പിച്ചച്ചട്ടി എടുപ്പിക്കും. അതാണ് അവളുടെ സ്വഭാവം. അതുകൊണ്ട് ദേ, നിനക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ AN ജ്വല്ലറിയുടെ MD ആയിട്ട് ഇവിടെ വാഴണം എന്നുണ്ടെങ്കിൽ നീ അവളുമായിട്ടുള്ള ചങ്ങാത്തവും അങ്ങ് ഒഴിവാക്കിയേക്ക്. നിൻ്റെ അമ്മ എന്നുള്ള ആവുള്ള സ്നേഹം ഉണ്ടല്ലോ, അതങ്ങ് ഒഴിവാക്കുന്നത് അബി നിനക്ക് നല്ലതെന്ന് പറയാം. അപ്പം അബി പറയാം, ശരി, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. അതുകൊണ്ട് ഇനി ഞാൻ സൂക്ഷിച്ച് ചെയ്തോളാം. അമ്മയായിട്ട് കൂടുതലൊരു കമ്പനിക്കൊന്നും പോകുന്നില്ല. അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അബി പറയാണ്. അങ്ങനെ എന്നാ നിനക്ക് കൊള്ളാം എന്ന് പറയാ കേട്ടോ നാഗേന്ദ്രി. അതേസമയം നമ്മുടെ ആദർശനും നയനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് ഈ ഡീല് കിട്ടിയത്. അപ്പോൾ ആദർശും നയനയും അനിയും കൂടി സംസാരിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പം നമ്മൾ വിജയിച്ചു തുടങ്ങി. മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച കാണാൻ കാത്തിരുന്നവരാ AN ജ്വല്ലറി, അവരവിടെ നിന്ന് തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടു അല്ലേ അനിയെന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നത്, ശരിക്കും ഒരു അത്ഭുതം തോന്നുന്നു ആദർശേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കേട്ടോ എന്ന് പറയുമ്പോൾ ഉടനെ ആദർശ് പറയാണ്, അതെ, ഒരു അജ്ഞാത കരങ്ങളിൽ നിന്നാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്. അതിൽ വരുന്ന കാര്യങ്ങൾ പകുതിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ നമ്മുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, അവർ നമ്മുടെ മിത്രങ്ങൾ തന്നെയാണ്. അവർ പറഞ്ഞു തന്ന ആ കൊട്ടേഷനെക്കാട്ടി താഴ്ത്തി വെച്ചപ്പോഴാണ് നമുക്ക് ഈ ഡീല് സ്വന്തമാക്കാൻ സാധിച്ചത്. പിന്നെ മാളവികയും നമുക്ക് ചെയ്യുന്ന സഹായം ചെറുതൊന്നുമല്ല എന്ന് പറയുക. അപ്പോൾ അബിയും പറയുക, ശരിയാ, മാളവിക നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒത്തിരി അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഓർണമെൻറ്റ് ഡിസൈൻസിൻ്റെയൊക്കെ പേരിൽ. ഏതായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ പോകാനും ഇതുപോലൊരു ഡിഗ്രി സ്വന്തമാക്കാനും ഒക്കെ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമായിട്ട് ആദർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ആദർശ് പറയുക, അതെ, നിനക്ക് കമ്പനികൾ നോക്കി നടത്താനുള്ള കഴിവുണ്ട്, ഇപ്പോൾ അത് തെളിഞ്ഞില്ലേ എന്ന് പറയാം.
പനി പറയേ എല്ലാ ആദർശേട്ടൻ്റെ ബുദ്ധിയല്ലേ എന്ന് പറയുക. അപ്പം നയനയും പറയുന്നുണ്ട്, അനി നീ നന്നായിട്ട് കമ്പനികൾ നോക്കി നടത്തണം. മുത്തശ്ശൻ ഇതറിഞ്ഞപ്പം സന്തോഷമായില്ലേ എന്ന് പറയാം. തീർച്ചയായിട്ടും മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി, എന്നെ ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദർശേട്ടൻ്റെ കഴിവാണ് ഇതല്ലെന്ന്, അല്ലാതെ മറ്റാരുടെയും അല്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതേസമയം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ വല്ലാതെ ടെൻഷനാകാണ് കേട്ടോ. മുത്തശ്ശൻ്റെ മനസ്സിൽ മുഴുവൻ ഈ ഡീല് സ്വന്തമാക്കിയതിൻ്റെ സന്തോഷമാണ്. ആദർശും നയനയും കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡീല് കിട്ടിയതെന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയാം. അതുപോലെ അനിയുടെ മാത്രം കഴിവുകൊണ്ടല്ല എന്നും അറിയാം. അങ്ങനെ മുത്തശ്ശൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, പാവം ആദർശും നയനിയും അവരെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും ഞാൻ അവരെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിലും പെരുമാറുന്നത് കൊണ്ട് അവർക്ക് മനസ്സിന് ഒരുപാട് പ്രയാസം ഉണ്ടാവുന്നുണ്ടായിരിക്കും, നന്നായിട്ട് വിഷമിക്കുന്നുണ്ടാവും. ആദർശിൻ്റെ കാര്യം പിന്നെ പോട്ടെ, നയനമോള് അവൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പം ഞാൻ പെരുമാറുന്നത് കുറച്ച് കൂടി പോകുന്നെന്ന് എനിക്ക് തോന്നുക. എനിക്ക് മോളെ കണ്ടൊന്ന് സംസാരിക്കണം, അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, അല്ലാതെ ഇനിയും അവളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കാൻ പറ്റില്ല. മോളോട് സംസാരിക്കണം എനിക്ക് എന്ന് മുത്തശ്ശൻ വിചാരിക്കുക. അങ്ങനെ മുത്തശ്ശൻ നയനെ വിളിക്കാനായിട്ട് പോവാ. വിളിക്കുകയല്ല, മെസ്സേജ് ഇടുകയാണ് ചെയ്യുന്നത്. മുത്തശ്ശൻ നയനയ്ക്കൊരു മെസ്സേജ് ഇടുകയാണ്, മോളെ നയനെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് നീ എത്തണം എന്ന് പറയാണ്. എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കാനുണ്ട്. നീ വരുമ്പം ആദർശിനെ കൂട്ടണ്ട, മറ്റാരെങ്കിലും വേണമെങ്കിൽ കൂട്ടിക്കോ, പക്ഷേ ആദർശിനെ കൂട്ടരുത്. നീ വരുന്ന വിവരം ആദർശ് അറിയുകയും ചെയ്യണ്ടെന്ന് മെസ്സേജ് ഇടുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ഈ മെസ്സേജ് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവുക നയനയ്ക്ക്. മുത്തശ്ശൻ്റെ മനസ്സിൽ നമ്മളുണ്ടല്ലോ, ആദർശേട്ടനോട് പരുക്കനായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കാര്യം കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഏതായാലും മുത്തശ്ശനെ പോയി കാണണം, സംസാരിക്കണം. പാവം മുത്തച്ഛന് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയതിന് എന്നൊക്കെ നയനയും വിചാരിക്കാം. അങ്ങനെ നയന മുത്തച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. രാവിലെ തന്നെ പോകാൻ ഇറങ്ങുക. അപ്പോഴേക്കും ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, എലിസബത്ത് ഞാനും കൂടി വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട ഞാൻ തനിയെ പോയിക്കോളാം, ഞാൻ പോയി മുത്തച്ഛനെ കണ്ടിട്ട് വരാമെന്ന് പറയാം. അപ്പം എലിസബത്ത് പറയാണ്, മൂർത്തി സാറ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു, അതുകൊണ്ട് മേഡത്തിനെ തനിയെ വിടണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അന്ന് അമ്പലത്തിൽ തനിയെ പോയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനിയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് ഞാൻ കൂടി മേഡത്തിൻ്റെ കൂടെ വരാം, പോയി അമ്പലത്തിൽ പോയി തൊഴുത് മൂർത്തി സാറിനെയും കണ്ടിട്ട് പോരാം എന്ന് പറയണം. എന്നാൽ ശരി, ആദർശേട്ടൻ ഇതൊന്നും അറിയണ്ടെന്നാ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടോ എന്ന് പറയാം. അപ്പം എലിസബത്തും പറയുന്നുണ്ട്, ശരി ആദർശ് ഇതൊന്നും അറിയില്ല, നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ കാറിൽ നയനയും എലിസബത്തും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ മുത്തശ്ശനെ കാണാൻ. അവിടെ ചെല്ലുമ്പോൾ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. മുത്തശ്ശൻ നയനയോട് സംസാരിക്കുകയാണ്. നയന മോളെ എന്ന് വിളിച്ചിട്ട് പറയാം, മോളെ നിന്നോട് ഞാനിങ്ങനെ പരുക്കനായിട്ടൊക്കെ അന്നും പെരുമാറി, അത് വേറൊന്നും കൊണ്ടല്ല, ആദർശ് അങ്ങനെ ഒരു വഴിയിലെത്തണം, നമ്മുടെ ശത്രുക്കളെ കണ്ടെത്തണം, നമ്മുടെ ജ്വല്ലറിയെ കരകയറ്റണം, അതിന് അവനൊരു വാശിയൊക്കെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു അകൽച്ച കാണിച്ചത്. മാത്രവുമല്ല വീട്ടിലെല്ലാവരും ഞാൻ ആദർശിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നു എന്ന് ചിന്തിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു പരിഗണന ആർക്കും കൊടുക്കുന്നില്ല. നമ്മുടെ ജ്വല്ലറികൾ നഷ്ടത്തിലാവാതെ മുന്നോട്ട് പോകണം, അതിന് വേണ്ടിയിട്ടാണ് മോളെ ഞാൻ, അല്ലാതെ നിൻ്റെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. നീ ഈ അവസ്ഥയിൽ അവിടെ താമസിക്കുന്നതിന് എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ, നീ വാ നമ്മുടെ വീട്ടിലേക്ക് വാ, അവിടെ വന്ന് താമസിക്കുന്നത് പറയാം. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശ, ആദർശേട്ടൻ എവിടെയാണോ അവിടെയായിരിക്കും ഞാൻ എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശനുമായിട്ട് കണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പം നയനയ്ക്ക് സന്തോഷമാവാണ് കേട്ടോ. ആദർശിനോട് വെറുതെ ഒന്നും മുത്തശ്ശനൊരു പരിക്കനായിട്ട് പെരുമാറുന്നതാണ്, അല്ലാതെ മനസ്സിലൊന്നും വച്ചല്ല എന്നറിയുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പോവാണ് കേട്ടോ. അതേസമയം നവ്യാണെങ്കിലും മനസ്സിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ജ്വല്ലറിക്കാർക്ക് ആ ഡീല് കിട്ടാതെ അത് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടിയതും അബിയും കൂട്ടരും തോറ്റുപോയതും ഓർക്കുമ്പോൾ നവ്യക്കങ്ങ് വീണ്ടും വീണ്ടും സന്തോഷം വരിക. നവ്യ മനസ്സിൽ വിചാരിക്കേ, എന്തായാലും അത് നന്നായി. എടാ അബി ദുഷ്ട, നിന്റെ പതനം ആരംഭിച്ചിരിക്കുക. നീ ഇന്ന് അനിയുടെ മുൻപിൽ തല കുനിച്ച് നിന്നില്ലേ, അത് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. നീ അവൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെന്ന് വിചാരിച്ചതല്ലേ, പക്ഷെ നിന്റെ തല താന്നില്ലേ. ഇനിയും നിന്റെ പതനം ഉണ്ടാകാൻ പോകുന്നത്. നീയും ജ്വല്ലറിയും നശിച്ച് നാറാണക്കല്ല് പിടിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ നവ്യ. ആ സമയത്ത് അബി അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല ദേഷ്യത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പം നവ്യ അവിടെ ഇങ്ങനെ നിൽക്കുമ്പം നവ്യ ചോദിക്കുക, എടാ ഡീല് നഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കുക. അതെ നഷ്ടപ്പെട്ടു. എന്താ? അല്ല എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ, അനി പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പങ്കെടുത്തല്ലോ എന്ന് പറയാം.
നീ എന്നോടൊന്നും സംസാരിക്കണ്ട, എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ദേഷ്യത്തിൽ പോവാ. അപ്പം ജലജ വരിക, എടാ എങ്ങനെ സംഭവിച്ചടാ, എനിക്ക് ആ ഡീല് കിട്ടിയത് എങ്ങനെയാടാ, അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഡീല് കിട്ടിയില്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേഷ്യം വരുവാ നമ്മുടെ അബിക്ക്. അബി പറയാ, എന്താ നിങ്ങൾ സംസാരിച്ചോട്ട് വരുന്നത്, നിങ്ങളല്ലേ എന്നോട് വിളിച്ചു പറഞ്ഞത് അനി ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന്. ആ ഒരൊറ്റ വിശ്വാസത്തിലല്ലേ ഞാൻ അവിടെ ഡേവിഡ് സാറിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. അനി പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് ഞങ്ങളും കരുക്കൾ നീക്കിയേനെ. ഇതിപ്പം നിങ്ങൾ എന്നെ ചതിക്കില്ലായിരുന്നോ, നിങ്ങൾ അമ്മ തന്നെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയാ, എന്താടാ ഞാനിവിടെ പറയുന്നത് കേട്ട് ആ വിവരം നിന്നെ വിളിച്ചറിയിച്ചെന്നേ ഉള്ളൂ, ഞാൻ നിന്നെ ചതിച്ചെന്നോ? അല്ല, നിങ്ങൾ ചതിക്കും, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. നേരത്തെ എൻ്റെ അച്ഛനോട് നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തത്. ഈ ചോറ് ഇവിടെയും കൂറ് അവിടെയെന്ന് പറഞ്ഞതുപോലല്ലേ നിങ്ങളുടെ സ്വഭാവം. ഇപ്പൊ സ്വന്തം മകനും നശിച്ച് കാണണമെന്ന് തന്നെ ആഗ്രഹം അല്ലേ? ഇനി മേല ഇവിടുത്തെ ഒരു കാര്യങ്ങളും എന്നോട് നിങ്ങൾ വിളിച്ച് പറയാനായിട്ട് നിൽക്കണ്ട. എനിക്ക് നിങ്ങളെ കാണുവാൻ വേണ്ട. അബി കിബി എന്നൊന്നും വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയാ. അപ്പൊ ജലജ ചോദിക്കാം, മോനെ നിനക്ക് എന്ത് പറ്റി, എന്താ നിനക്കൊരു മാറ്റം, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ ഇനി മുതൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, എൻ്റെ അടുത്ത് കൂടുതൽ വർത്താനം പറയാൻ നിൽക്കാതെ പൊയ്ക്കോണം എന്ന് പറയാണ്. അപ്പം ഇത് കേട്ട് നമ്മുടെ നവ്യ അവിടെ നിൽപ്പുണ്ട്. നവ്യ ഇങ്ങനെ അന്തിച്ച് നിൽക്കുക, എന്താ ഇവിടെ സംഭവിച്ചേ, ഇവൻ എന്താ ഇപ്പം അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ നവ്യയും ചിന്തിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ജലജയ്ക്ക് അടിപൊളി പണി തന്നെയാണ് കിട്ടിയത്. ജലജ അങ്ങനെ ഇരുന്ന് കരയുക അബി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം, എനിക്ക് ആരുമില്ലല്ലോ, അബിയും എന്നോട് ഇങ്ങനെ പെരുമാറുകയാണല്ലോ എന്നൊക്കെ ഓർത്ത്. അങ്ങനെ ജലജ അവിടെ നിന്ന് ഇനി മാറാൻ പോവാണ് കേട്ടോ. ജലജ നല്ലപോലെ ജലജയ്ക്ക് പണി കിട്ടും. ഇത്രയും നാളും എല്ലാവർക്കും കൊടുത്തതിനൊക്കെ തിരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്